വാട്ട് ഈസ് മണി ഫോർ യു? വാട്ട് ഈസ് മണി? ഞാൻ അടുത്ത 5 വർഷത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് 50,000 രൂപ വേണം. അത് 1 ലക്ഷമായി, 10 ലക്ഷമായി, 50 ലക്ഷമായി, 1 കോടിയായി. ഒരുപക്ഷെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയും അത് തന്നെയായിരിക്കും ജയശ്രീയിൽ കണ്ടിട്ടുണ്ടാവുക. കാര്യം എന്ന് വെച്ചാൽ സ്വന്തം കാര്യമല്ലല്ലോ ആലോചിച്ചത്, അല്ല, ബാക്കിയുള്ളവരുടെ കാര്യം കൂടെയല്ലേ. അപ്പൊ അതെ. അത് ചെയ്യാനുള്ള ജയശ്രീയുടെ ഒരു മനസ്സില്ലേ, അതിനാണ് സൂപ്പർ. താങ്ക് യു സോ മച്ച്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്സ് എനിക്കറിയാം, എന്താ പറയാ, വലിയ വലിയ കാര്യങ്ങളാണ്, ഇതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് വേറെ വേറെ രാജ്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നത്. അതൊക്കെ ഉണ്ടാവട്ടെ, അതെല്ലാം കാണാനും ഇനിയൊരു സമയത്ത് ഇരിക്കുമ്പോ ഒരാളുടെ കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ട്രേഡ് കമ്മീഷണർ, സിംബാബ്വെ ഇന്ത്യ ട്രേഡ് കമ്മീഷണർ ബൈജു മോഹൻ കുമാർ, ബൈജു സാറിന്റെ ഒരു സപ്പോർട്ട് വളരെ വലുതായിരുന്നു. കാരണം നമ്മൾ ഗ്ലോബലി നമ്മളൊരു ബ്രാൻഡ് ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത് തന്നത് മുഴുവൻ ബൈജു സാറാണ്. ബൈജു സാറാണ് സിംബാബ്വേയിൽ നമ്മളുടെ കമ്പനി ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. ഈവൻ ദോ നമ്മൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുവാണെങ്കിലും ഇതിന്റെ ഒന്ന് ഫീസ് നമ്മളുടെ കയ്യിൽ പെട്ടെന്ന് കൊടുക്കാനില്ലെങ്കിൽ പോലും സാർ അതിന് സമയമൊക്കെ തന്ന് വളരെ വളരെ ജെന്യുവൻ ആയിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു തന്നു. അതിന് സാറിന്റെ അണ്ടറിലാണ് ഞങ്ങൾ സിംബാബ്വേയിൽ പോയത്. ആൻഡ് സിംബാബ്വേയിൽ അവിടുത്തെ മിനിസ്റ്റർ രാജേഷ് കുമാർ ഇന്ദുകാന്ത് മോദി, ആളൊരു ബേസിക്കലി ഒരു ഇന്ത്യൻ ഒറിജിൻ ആണ്, പക്ഷെ ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ സിംബാബ്വെ. സിംബാബ്വേയിലെ ട്രേഡ് മിനിസ്റ്റർ ആണ്. അപ്പൊ മിനിസ്റ്റർക്ക് പ്രോജക്റ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പൊ മിനിസ്റ്റർ അടുത്തേക്ക് പ്രോജക്റ്റ് എത്തിക്കാൻ വേണ്ടിയിട്ട് ബൈജു സാർ ഒരുപാട് സപ്പോർട്ട് ചെയ്തു തന്നു. അങ്ങനെ മിനിസ്റ്ററുമായിട്ട് ഇപ്പൊ ടൈപ്പ് ആയി. അങ്ങനെ ആമോദിനി സിംബാബ്വേയിലും ഏകദേശം 77 ഔട്ട്ലെറ്റ്സുകളിൽ ആമോദിനിയുടെ കഫേ വരെയാണ്, കഫേ ആൻഡ് കിയോസ്ക്. അപ്പൊ അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താ വെച്ചാൽ ഒരു ഇന്ത്യൻ സിംബാബ്വെ കൾച്ചറിന്റെ ഒരു മിക്സ്, ഒരു നമ്മുടെ ഇന്ത്യൻ ക്യൂസീൻ പ്ലസ് സിംബാബ്വിയൻ ആ ഒരു പ്രോഡക്റ്റിന്റെ ഒരു മിക്സ് ഒക്കെ ചെയ്ത് ഒരു ഫ്യൂഷൻ ഒക്കെ ചെയ്ത് വളരെ വലിയൊരു പ്രോജക്റ്റ് മനസ്സിലുണ്ട്. ആൻഡ് അതിലൂടെ സിംബാബ്വേയിലും ഒരുപാട് സ്ത്രീകൾക്ക് നമ്മൾ തൊഴിലവസരങ്ങൾ കൊടുക്കുകയും അവരുടെ ടാലന്റിനെ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്ത്യൻ ലേഡീസിനും സിംബാബ്വെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ദെൻ ഇപ്പൊ താൻസാനിയ, ദെൻ സൗദി, അതെല്ലാം സാറിന്റെ ഒരു സപ്പോർട്ടോട് കൂടി നമുക്ക് അതും അതെ ആമോദിനിക്ക് അത് വളരെ വലിയൊരു സ്റ്റെപ്പ്. അതൊക്കെ ആമോദിനി ആമോദിനി എന്ന് പറയുന്ന ബ്രാൻഡ്. വേർ ഡു യു സീ യുവർ സെൽഫ് ഇൻ നെക്സ്റ്റ് 5 years? ജയശ്രീ മധു 5 വർഷം കഴിയുമ്പോ എവിടെയാണ്? ആമോദിനി എന്ന് പറയുന്നത് ഇസ് യുവർ ബേബി. അതെ, ആ ബേബി ഇന്ത്യ കടന്ന് പുറത്തേക്ക് പോകുന്നു, സിംബാബ്വെ, സൗദി, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ലോകം മുഴുവൻ ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. പക്ഷെ വേർ ഡു യു സീ യുവർ സെൽഫ് ഇൻ 5 years? ഞാൻ അടുത്ത 5 വർഷത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ 10 വർഷം എന്തായിരുന്നു എന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യാണ്. കഴിഞ്ഞ 10 വർഷത്തില് എനിക്ക് വന്ന മാറ്റം എന്ന് പറയുന്നത് പല രീതിയിലാണ്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനം എന്റെ ആറ്റിറ്റ്യൂഡിൽ വന്ന മാറ്റമാണ്. 2 എന്റെ ചിന്താഗതിയിൽ വന്ന മാറ്റമാണ്. ഈ 2 മാറ്റങ്ങളുമാണ് ഇന്നത്തെ ജയശ്രീ മധുവിനെ റെഡിയാക്കി വെച്ചത്. അപ്പോ ആ ആറ്റിറ്റ്യൂഡിലുള്ള മാറ്റം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നെക്സ്റ്റ് 5 year പറയുന്നതിനേക്കാൾ ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് ആ ആറ്റിറ്റ്യൂഡിലെ മാറ്റവും ചിന്താഗതിയിലെ മാറ്റവും എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് എല്ലാവരെയും ഒന്ന് അറിയിക്കാൻ കൂടെ വേണ്ടിയാണ്. ചേച്ചി, ഞാനിപ്പോ ചേച്ചിയുടെ അടുത്ത് പേഴ്സണലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വാട്ട് ഈസ് മണി ഫോർ യു? വാട്ട് ഈസ് മണി? എന്താണ് ചേച്ചിക്ക് കാശ് എന്ന് പറയുന്നത്? ഇൻ വൺ വേർഡ്, മണി ഈസ് ഫ്രീഡം. ഫ്രീഡം, യെസ്. എനിക്കും അതാണ് ഇപ്പോ. മണി ഈസ് ഫ്രീഡം. എനിക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോണം, എന്റെ വണ്ടിയിൽ എനിക്ക് ഡീസൽ അടിക്കണം, എനിക്ക് നല്ലൊരു ഡ്രസ്സ് വാങ്ങണം, എനിക്ക് നല്ലൊരു ചെരുപ്പ് വാങ്ങണം, പോകുന്ന വഴി എനിക്ക് ഭക്ഷണം കഴിക്കണം, മേ ബി ഞാൻ പോകുന്ന സ്ഥലത്ത് എനിക്ക് ഒരു ഹോട്ടലിൽ എടുത്ത് എനിക്ക് സ്റ്റേ ചെയ്യണം. സോ ഇതിനൊക്കെ എനിക്ക് കാശ് വേണം. ഇന്നത്തെ ജീവിതം ഞാൻ ജീവിക്കാൻ എനിക്ക് കാശ് വേണം. ഓക്കെ, ആ കാശ് എന്ന് പറയുന്നത് എനിക്ക് ആ ഫ്രീഡം ആണ്. ഞാൻ മുമ്പ് വിചാരിച്ചിരുന്നത് എന്റെ അക്കൗണ്ടിൽ എനിക്ക് 30,000 രൂപ വേണം, 20,000 രൂപ വേണം, 50,000 രൂപ വേണം, അത് 1 ലക്ഷമായി, 10 ലക്ഷമായി, 50 ലക്ഷമായി, 1 കോടിയായി. അങ്ങനെ എന്റെ കയ്യിൽ കാശ് വേണം എന്നുള്ളതായിരുന്നു മുമ്പ് എന്റെ ചിന്താഗതി. ഞാൻ വിചാരിച്ചിരുന്നത് കാശ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സേഫാണ്, അല്ലെങ്കിൽ നമ്മൾ ഹാപ്പിയാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഒരുപാട് ആൾക്കാരെ അനലൈസ് ചെയ്തപ്പോഴും ഒരുപാട് ആളുകളോട് സംസാരിക്കുമ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു 80% ആൾക്കാരുടെയും ഫോക്കസ് കാശിലേക്കാണ്, മണി, ഒരിക്കലും അവരുടെ ഫ്രീഡത്തിലേക്കല്ല. ഓക്കെ, അതില്
ചില എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോ എന്റെ ഒരു ഫ്രണ്ട്, ആള് ഇപ്പൊ നമ്മൾ ലുലു മോളിൽ പോകുമ്പോ അവിടെ പാർക്കിങ്ങിന് നമ്മളൊരു 60 റുപ്പീസ് ഫീസ് കൊടുക്കേണ്ടി വരും. 60 റുപ്പീസ് ഫീസ് കൊടുക്കുമ്പോൾ നമുക്ക് ലുലു മോളിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പോയി ഇറങ്ങാം. അവിടുന്ന് ലിഫ്റ്റ് ഉണ്ട് മുകളിലേക്ക് പോകാൻ, അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ നമുക്ക് നടന്നു കയറാനായിട്ട് പറ്റും. മഴ കൊള്ളേണ്ട ആവശ്യമില്ല. നമ്മൾ ലേറ്റ് നൈറ്റ് സിനിമ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തുകൂടെ നടക്കണ്ട, നേരെ ലുലു മോളിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ സേഫ് ആണ്, നേരെ വന്ന് കാർ എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും. പക്ഷെ ആള് ലുലു മോളിന്റെ പുറത്ത് എവിടെയെങ്കിലും ഒക്കെ സ്ഥലം ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവിടെ പാർക്ക് ചെയ്യും. ബിക്കോസ് ഈ 60 രൂപ കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു എന്തിനാണത് സേവ് ചെയ്യുന്നത്, വാട്ട് ഈസ് ആ ഒരു നെക്സ്റ്റ് ആവശ്യം എന്താണ് ഈ ഒരു 60 രൂപ കൊണ്ടുള്ളത്. നമ്മുടെ കയ്യിൽ വേറെ കാശില്ല, വീട്ടിൽ കുട്ടിക്ക് പാല് വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കണം, അതിനുവേണ്ടി ഞാൻ ഈ 60 രൂപ സേവ് ചെയ്യുവാണെങ്കിൽ ഓക്കെയാണ്. ഓക്കെ, പക്ഷെ അതിനുവേണ്ടി അല്ല, എന്റെ അക്കൗണ്ടിൽ വേറെ കാശുണ്ട്, പക്ഷെ ഈ 60 രൂപ ഞാൻ കൊടുത്തില്ല, സ്പെൻഡ് ചെയ്യില്ല, ബിക്കോസ് എനിക്ക് എന്റെ കാശ് സേവ് ചെയ്യണം. ശരിക്കും ആ കാശിനെ അവിടെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പുറത്തിറങ്ങി മഴയുണ്ടെങ്കിൽ മഴ നനഞ്ഞ് നടന്ന് അകത്ത് കയറി, അല്ലെങ്കിൽ സിനിമ കഴിഞ്ഞാൽ വീണ്ടും പുറത്തൂടെ അത്രയും ദൂരം നടന്ന് നമ്മൾ അവിടെ എത്തി, നമ്മളുടെ ടൈം, നമ്മളുടെ എനർജി, നമ്മളുടെ എഫോർട്ട്, ഇതിനെ ഒന്നും വില വെക്കാതെ ആ ഒരു 60 രൂപേനെയോ 40 രൂപേനെയോ വില വെച്ച് നടക്കുന്ന ആൾക്കാർ ഇന്ന് നമ്മളുടെ ചുറ്റുമുണ്ട്. ആക്ച്വലി അതുകൊണ്ടാണ് ഇതിപ്പോ ചിന്തിക്കാൻ പറ്റിയത്. ഇതെന്റെ ഒരു തോന്നലാണ്, നമ്മൾ ഇവിടെ നിൽക്കുന്നോണ്ടാണ്. അതെ അല്ലെ, നമ്മളിവിടെ, അതുകൊണ്ടാണ് ഞാൻ പറയാം, നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സോൺ എന്ന് പറയുന്നത് വളരെ പ്രിവിലേജ്ഡും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സോണിൽ നിന്നിട്ടാണ് ഞാനും ജയശ്രീ സംസാരിക്കുന്നത്. നമ്മൾ അങ്ങനെ ആയതുകൊണ്ട്. അതെ, പക്ഷെ ആ സോണിലല്ലാത്ത ഒരാള് ഇപ്പൊ ലുലു മോളിൽ പോയി ഒരു സിനിമ കാണുകയാണെങ്കിൽ ഞാൻ പോലും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, അതായത് ഒരു കയറുമ്പോ 40 റുപ്പീസിൽ തുടങ്ങിയിട്ട് ചിലപ്പോൾ അത് ഞാൻ പോകുന്ന സ്പെൻഡ് ചെയ്യുന്ന ടൈമിനനുസരിച്ച് ഇത്രയും ഇതൊക്കെ ഫ്രീ ആക്കി തരണമായിരുന്നു. ബിക്കോസ് നമ്മൾ എത്ര ഷോപ്പ് ചെയ്തു ഇവിടുന്ന്. അപ്പൊ ആ ഒരു പാർക്കിംഗ് നമുക്ക് ഫ്രീ തരണ്ടല്ലേ എന്ന് ഞാൻ പലപ്പോഴും ചുമ്മാ അവിടെ നിൽക്കുന്ന പയ്യന്മാരുടെ അടുത്തും പറയും, ഇത് ഫ്രീ ആക്കിക്കൂടെ, എത്ര ഷോപ്പ് ചെയ്തു എന്ന് പറയും. അപ്പൊ സാധാരണ എന്താ പറയാ, 100 രൂപയ്ക്ക് വാല്യൂല് ജീവിക്കുന്ന വളരെ സാധാരണ ആയിട്ടുള്ള ആൾക്കാർക്ക് ആ 60 റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കൂട് പാല് വാങ്ങിക്കാൻ പറ്റും അറിയോ? സത്യമാണ്, സത്യമാണ്, സത്യമാണ്. അപ്പോ നമ്മള് ഇപ്പൊ പ്രിവിലേജ്ഡ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ചേച്ചിക്ക് എവിടെന്നെങ്കിലും ഇൻഹെറിറ്റ് ചെയ്തോ ചേച്ചി മണി? എനിക്ക് രണ്ടും പറയേണ്ടി വരും. ഓക്കെ, അതായിക്കോട്ടെ, അത് ചേച്ചിക്ക് സഫിഷ്യന്റ് ആയിരുന്നോ? ഒരിക്കലും ഒരു മനുഷ്യന് സഫിഷ്യൻസി ഇല്ല, ആകാൻ പറ്റുന്നില്ല. നമ്മളുടെ ആവശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി, രൂപയുടെ മൂല്യം മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ 60 രൂപയിൽ ഫോക്കസ് ചെയ്തിരുന്ന ആള് തന്നെയാണ് ഞാനും മുമ്പ് 60 രൂപയിൽ ഫോക്കസ് ചെയ്തിരുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ അവിടെ നിന്നുള്ള എന്റെ ചിന്താഗതിയിലെ മാറ്റമാണ് ഞാൻ പറയുന്നത്. ഇന്ന് ആ 60 രൂപയ്ക്ക് ഞാൻ അവിടെ വില കൊടുക്കുന്നത് എന്റെ എനർജി, എന്റെ ടൈം, എന്റെ എഫോർട്ട്, എന്റെ ഫെസിലിറ്റീസ്, എനിക്ക് കിട്ടേണ്ടുന്ന ഫെസിലിറ്റീസിനാണ് ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് അവിടെ ആ 40 രൂപയിലോ 60 രൂപയിലോ ഫോക്കസ് ചെയ്യാത്തതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം മണി എന്ന് പറയുന്നത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഇപ്പുറത്തൊരു ആവശ്യം നിറവേറ്റാനാണ്. ഓക്കെ, ആ ആവശ്യം എന്താണ്? നമ്മളുടെ കാര്യങ്ങളെ ആവശ്യമായി കാണാതെ നമുക്ക് ആ 60 രൂപ കൊണ്ട് മറ്റെന്തോ ആവശ്യമുണ്ടെന്ന് വിചാരിക്കുന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഫോൾട്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതിന് എനിക്ക് ഇന്നിപ്പോ 60 രൂപ ഞാൻ എടുത്ത് ചെലവാക്കിയാൽ ഇന്നത്തെ ഞാൻ മഴ കൊള്ളാതെ ഞാൻ അതിനകത്തോടെ കയറി ഇറങ്ങി നടന്നു എന്നുള്ളതാണ് എന്റെ എനർജി. അതെ, അതാണ് എന്റെ ഒരു ഫോക്കസ് ഇന്ന്. നാളെ ആ 60 രൂപ ഞാൻ ഉണ്ടാക്കണം ചേച്ചി. നാളെ ആ 60 രൂപ ഉണ്ടാക്കാൻ ജയശ്രീ മധു എന്ന് പറയുന്ന എനിക്ക് ഞാൻ എഫോർട്ട് ഇടാൻ തയ്യാറാവണം. ഞാൻ ഈ മണി ചെലവാക്കാത്ത എന്തുകൊണ്ടാണ്? നാളെ എനിക്ക് എഫോർട്ട് ഇടാൻ പറ്റില്ല. ഇന്ന് ഞാൻ കഴുതയെ പോലെ പണിയെടുക്കാം, നാളെ പക്ഷെ ഞാൻ എഫോർട്ട് ഇടില്ല. അതാ മടി ചിന്താഗതിയാണ്, ആ ലേസിനെസ് ആണ് നമ്മളുടെ. So you have attained that position where you will be more focused on yourself. The 100%. The quality time you give for yourself. 100%. അതിലോട്ടേക്ക് എത്തി. ആമോദിനി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ഇരിക്കുമ്പോ ഞാൻ ആസ് എൻ ഓൺട്രപ്രനോർ, ചേച്ചിക്ക് അറിയാലോ, ഒരു ഓൺട്രപ്രനോർ എന്ന് പറഞ്ഞാൽ 9 to 5 ജോബ് അല്ല. ഞാൻ മോസ്റ്റ്ലി ഞാൻ ചിലപ്പോൾ 2.5 മണിക്കായിരിക്കും ഉറങ്ങുക, 3 മണിക്കായിരിക്കും ഉറങ്ങുക, ചിലപ്പോൾ എണീക്കുന്നത് 9 മണിക്കായിരിക്കും. പക്ഷെ ഞാൻ ആ ഒരു കൂടുതൽ ടൈം ഞാൻ ആമോദിനിയിലാണ്. എന്റെ തോട്ട് മുഴുവൻ ആമോദിനിയാണ്. അപ്പൊ അത്രയും ഞാൻ എഫോർട്ട് എടുക്കുന്നത് എനിക്ക് ഇങ്ങോട്ടേക്ക് കാശ് കിട്ടും, നാളെ ഞാൻ ഇത്ര രൂപ ഉണ്ടാക്കണം എന്നുള്ളൊരു രീതിയിലല്ല. ബിക്കോസ് ദിസ് ഇസ് മൈ പാഷൻ. എനിക്ക് ആ പാഷന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്
ഈ കാശിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ജീവിതമായി പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ പറയുന്ന പോലത്തെ ഈ സപ്പോർട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡെവലപ്പ് ചെയ്യണമെന്നോ എനിക്ക് തോന്നേണ്ട ആവശ്യം എനിക്കില്ല. മനസ്സിലായി. എനിക്ക് കാശുണ്ടാക്കാൻ മത്തി കച്ചവടം നടത്തിയ കാശുണ്ടാവും ചേച്ചി. മീൻ വിറ്റ് കഴിഞ്ഞാൽ ഇന്ന് വളരെയധികം കാശുണ്ടാവും നമുക്ക്. ഫോക്കസ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു മനസ്സുണ്ടാവണം, വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആ എഫോർട്ട് ഇടാനുള്ള ഒരു മനസ്സുണ്ടാവണം. അപ്പൊ കാശിനെ നമ്മൾ പണ്ട് ചക്രം എന്നാണ് വിളിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് ചക്രം എന്ന് വിളിക്കുന്നത്? ഇത് തിരിഞ്ഞു കറങ്ങി വന്നാൽ മാത്രമേ അതിന് വിലയുള്ളൂ. ചേച്ചിയുടെ അക്കൗണ്ടിൽ കുറച്ച് കാശിനെ ചേച്ചി അവിടെ വെച്ചിരുന്നിട്ട് ചേച്ചി ജീവിക്കുന്ന ജീവിതം വളരെ മോശമായിട്ട് മോശം ഇൻ ദ സെൻസ് ഞാൻ പറയുന്നത്, ചേച്ചിക്ക് ഒരു നല്ല ഡ്രസ്സ് വാങ്ങിക്കണം, ചേച്ചിയുടെ കയ്യിൽ 5000 രൂപയുണ്ട്. ചേച്ചി വിചാരിക്കുന്ന 5000 രൂപ വാങ്ങി കിടന്നോട്ടെ, ഞാൻ തൽക്കാലം ഡ്രസ്സ് വാങ്ങിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ പഴയ ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡാണ്, ചിന്താഗതിയാണ്. ഇതേ ചിന്താഗതിയായിരുന്നു എനിക്കും. അയ്യോ 4000 രൂപയുടെ ഡ്രസ്സോ, 4000 രൂപയുടെ ഡ്രസ്സൊന്നും എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല, കാരണം എന്റെ ആകെ 5000 രൂപയുള്ളൂ. സോ ഈ 5000 രൂപ അവിടെ കിടന്നാൽ നാളെ എനിക്ക് എന്തോ ആവശ്യം വരും. അപ്പൊ ഞാൻ ഈ 5000 രൂപ എടുത്ത് ചെലവാക്കണം. നാളത്തെ എന്റെ ആവശ്യം എന്താണ്? നാളെ എനിക്ക് എഫോർട്ട് ഇടാനായിട്ട് വയ്യ, അതുകൊണ്ടാണ് ഞാൻ അത് ചെലവാക്കാത്തത്. എനിക്ക് നാളെ എഫോർട്ട് ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ എഫോർട്ട് ഇടാൻ റെഡിയാണ്, നാളെ എനിക്ക് കാശുണ്ടാക്കാൻ റെഡിയാണ്. ഇതിൽ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഫസ്റ്റ് ബൈബാക്ക് ചെയ്തത് എന്റെ ടൈമാണ്. ആമോദിനിയിലേക്ക് എനിക്ക് സമയം കൊടുക്കണമായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. എന്റെ ഫ്ലാറ്റിൽ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതിനു മുമ്പ് എന്റെ കസിൻസ് ഒക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഞാൻ വീട്ടിലത്തെ എല്ലാ ജോലിയും ചെയ്യും, ഫുഡ് ഉണ്ടാക്കും, തുണി കഴുകും, തറ തുടയ്ക്കും, എല്ലാ പണിയും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ വൺസ് ആമോദിനിയിലേക്ക് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ 4 മണിക്കൂർ ഞാൻ അതിനുവേണ്ടി കളയാൻ പറ്റില്ല, എനിക്ക് ആ 4 മണിക്കൂർ ഇവിടെ വേണം. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ എന്റെ വീട്ടില് ഒരു ജോലിക്ക് ഒരു ചേച്ചീനെ വെച്ചു. എന്റെ അമ്മ അടക്കമുള്ളവര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നിനക്ക് എന്തിനാ ഒരു ജോലിക്കാരി എന്ന് ചോദിച്ചു. വേറെ കുറെ ആൾക്കാർ ചോദിച്ചു, അഹങ്കാരല്ലേ ഈ കാണിക്കുന്നത്, ഒരു ജോലിക്കാരിയെ വെച്ചിരിക്കുന്നത്, സ്വന്തമായിട്ട് പണിയെടുക്കാൻ കഴിയാതെ. അപ്പോ ഞാൻ ആദ്യമൊക്കെ ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു, റെസ്പോണ്ട് ചെയ്യില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറയും, എന്റെ വീട്ടിലൊരു ജോലിക്കാരിയെ ഞാൻ 20,000 റുപ്പീസ് കൊടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ 20,000 പോരാ, എന്റെ ചെലവും കൂടെ കൂട്ടി ഒരു 30,000 എങ്കിലും ഞാൻ ഇപ്പുറത്തിരുന്ന് ഉണ്ടാക്കണല്ലോ, എന്നാലേ എനിക്ക് അവരെ എന്റെ കൂടെ നിർത്താൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇപ്പുറത്ത് പണിയെടുക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ ഞാൻ തറ തുടയ്ക്കുന്നില്ല, ഞാൻ കുക്ക് ചെയ്യുന്നില്ല, അതൊന്നും ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇപ്പുറത്ത് എന്റെ സിസ്റ്റമായിട്ടിരുന്നിട്ട് ഞാൻ പണിയെടുത്ത് ഞാൻ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ജോലി എടുത്ത് ഫണ്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് കൊണ്ടുവരുന്നത് കൊണ്ടാണ് എനിക്ക് ആ ലേഡിക്ക് പേ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നത്. സോ അവിടെ എന്റെ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, നീ ഒറ്റയ്ക്കല്ലേ, നിനക്ക് എന്ത് പണി ഒരു വീട്ടില്? അത് ഏറ്റവും വലിയൊരു ഫൂളിഷ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പറയും. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കണം. എല്ലാരെയും പോലെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വേണം, രാവിലെയും വൈകിട്ടും എനിക്ക് ചായ വേണം, എനിക്ക് എന്റെ തുണികൾ കഴുകാനായിട്ട് ഉണ്ടാവും, എന്റെ തറ തുടയ്ക്കണം, എന്റെ വീട് ക്ലീൻ ആക്കി വെക്കണം, എന്റെ ബാത്റൂം കഴുകണം. ഈ ജോലിയൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഞാൻ ഒരാളെ ഉള്ളു എന്ന് വിചാരിച്ചിട്ട് ജോലി കുറയുന്നില്ല, ജോലി അവിടെ തന്നെ ഉണ്ട്. അത് ഒരാൾക്ക് ചെയ്താൽ മതി എന്നേ ഉള്ളൂ. ചില ആളുകള് വീട്ടിലെ 4 പേർക്ക് വേണ്ടി ചെയ്യുന്നത് ഞാൻ ഒരാൾ എനിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നുണ്ട്. എന്റെ വീട് നീറ്റായി കിടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അത് തുടച്ചിട്ടേ മതിയാവും. അപ്പം പല ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ വീട് എപ്പോഴും ക്ലീൻ ആണ്, കാരണം നിനക്ക് ഇവിടെ അത് മോശമാക്കാൻ ആളില്ലല്ലോ. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംസാരമാണ്. ദാറ്റ് നിങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ അവനവന്റെ വീട് മോശമാക്കുന്നവരാണോ? അപ്പൊ അവനവന്റെ വീട് മോശമാക്കി വെക്കേണ്ടതും വൃത്തിയാക്കി വെക്കേണ്ടതും ഒരാളുടെ ജോലിയാണെന്ന് അഭിമാനപൂർവ്വം ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ആയിക്കോട്ടെ. പക്ഷെ കംപ്ലൈന്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഞാൻ പണിയെടുക്കുന്നില്ല എന്ന് എന്നോട് പറയാൻ പാടില്ല. ഞാൻ പണിയെടുക്കുന്നുണ്ട്, ഞാൻ പണിയെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ കാശുണ്ടാക്കിയിട്ട് അപ്പുറത്തെ ഒരാൾക്ക് പേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആ ടൈം എടുത്തിട്ട് എന്റെ പാഷനിലേക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതാണ് എന്റെ ആറ്റിറ്റ്യൂഡിൽ വന്ന ഡിഫറൻസ്. ഞാൻ അവിടെ കാശിനെ ഫോക്കസ് ചെയ്തില്ല. ഒരാളെ ഞാൻ ജോലിക്ക് നിർത്തിയ 20,000 രൂപ ഞാൻ കൊടുക്കണം എന്നുള്ളതല്ല ഞാൻ ചിന്തിച്ചത്. ഒരാള് 20,000 രൂപ കൊടുത്ത് അവിടെ നിർത്തി കഴിയുമ്പോൾ എനിക്ക് 4 മണിക്കൂർ എനിക്ക് കിട്ടി. ആ 4 മണിക്കൂർ കൊണ്ട് ഞാൻ എങ്ങനെ 2 ലക്ഷം രൂപ ഉണ്ടാക്കും? എനിക്ക് ഇവിടെ അതാണ് എന്റെ പാഷൻ. ആ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് അവിടെ വന്നു. അപ്പൊ ഞാൻ ഫോക്കസ് മണി എന്നതിൽ നിന്നും എന്റെ നീഡിലേക്ക് എന്റെ ഫോക്കസിനെ ഞാൻ ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ഞാനിപ്പോ പല ഏരിയയിൽ ചെന്ന് നോക്കുമ്പോഴും ഓരോ സ്ത്രീകളുടെ അടുത്ത് ഞാൻ ചോദിക്കും, ചിലർ എന്നോട് ചോദിക്കുന്നത് ലോൺ കിട്ടുമോ, അല്ലെങ്കിൽ അത് കിട്ടുമോ, ഇത് കിട്ടുമോ. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങളുടെ കയ്യിലേക്ക് ഒരു 50,000 രൂപ കിട്ടിയാ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പൊ പലരും എന്നോട് പറയും, എന്റെ ഭർത്താവിന് അത് വാങ്ങിച്ചു കൊടുക്കും, എന്റെ മക്കൾക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കും, ഞാൻ വീട്ടിലേക്ക് അത് വാങ്ങിക്കും, അല്ലെങ്കിൽ ഇത് ചെയ്യും, മറ്റേത് ചെയ്യും, ഓർണമെന്റ്സ് വാങ്ങിക്കും, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് എല്ലാരും പറയുക. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു കാശിനെ നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എവിടെയാണ് ഉപയോഗിക്കുന്നത്? നിങ്ങളിലേക്ക് നിങ്ങൾ എന്താ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ചേച്ചി, എത്ര പെണ്ണുങ്ങൾക്കുണ്ട് ആ ധൈര്യം സ്വന്തം നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ?
അപ്പോ നമ്മളിലേക്ക് കുറച്ച് കാശ് കിട്ടിക്കഴിഞ്ഞാല് പല ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവര് സംസാരിക്കുന്നത് അവരുടെ ഫാമിലിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അവരുടെ ഭർത്താവിന്, മക്കൾക്ക്, അച്ഛനമ്മമാർക്ക്, മറ്റുള്ളവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് കൂടുതൽ സ്ത്രീകളും ചിന്തിക്കുന്നത് എപ്പോഴും. അവനവനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, അത് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താണ് നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഒരു മജോറിറ്റി ആൾക്കാരുടെയും റിപ്ലൈ എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നല്ല സാരി വാങ്ങണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഡ്രസ്സ് വാങ്ങണം, ജ്വല്ലറി, അതല്ലെങ്കിൽ ജ്വല്ലറി. ഈ 2 കാര്യങ്ങളല്ലാതെ അവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എന്റെ ചിന്താഗതി മാറി എന്ന് ഞാൻ പറയാനുള്ള കാരണവും, ഞാൻ ഇന്ന് എന്നിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറച്ച് ബുക്സ് വാങ്ങിക്കാറുണ്ട്. ആ ബുക്സിന് മുമ്പ് ഞാൻ അയ്യോ ഈ ബുക്സ് വാങ്ങിച്ചു കഴിഞ്ഞാല് 1500 രൂപയാകുമോ 2000 രൂപയാകുമോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നിടത്തുനിന്ന് ഇന്ന് എനിക്ക് വായിക്കാൻ ഈ ബുക്ക് എന്താണ് ഇതിന്റെ കോണ്ടന്റ്, ഇത് ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ഇതെനിക്ക് ഹെൽപ്ഫുൾ ആകും. ഞാൻ കൂടുതലും സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ വായിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ കൂടുതൽ റിലേറ്റഡ് ആയിട്ട് ബിസിനസ്, മണി, ഇതിനെയൊക്കെ ഓറിയന്റഡ് ആയിട്ടുള്ള ബുക്സ് ആണ് ഞാനിപ്പോ വായിക്കുന്നത്. വായനാശീലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഒബ്വിയസ്ലി അതെനിക്ക് എന്റെ ചെറുപ്പകാലത്ത് എന്റെ അച്ഛനും ഒക്കെ നന്നായിട്ട് വായിക്കുന്ന ആൾക്കാരായതുകൊണ്ട് എനിക്ക് അങ്ങനെ കിട്ടിയതാണ്. എങ്കിൽ പോലും വായനാശീലം ഇല്ലാത്തവരാണെങ്കിൽ പോലും ഞാൻ ഇന്ന് സജസ്റ്റ് ചെയ്യും ദാറ്റ് നിങ്ങൾ ഒരു ആഴ്ചയിൽ ഒരു ബുക്ക് വായിക്കുക. ഞാൻ സജസ്റ്റ് ചെയ്യും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിലൂടെ നമുക്ക് കിട്ടുന്ന അറിവ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ആക്ച്വലി ഇപ്പോൾ ടൈംസ് ചേഞ്ച്ഡ് എ ലോട്ട്. അതായത് എല്ലാവരും ഈ മൊബൈൽ വന്നതിന് ശേഷം ബുക്ക് വായിക്കാൻ വളരെ മടിയുള്ള ആൾക്കാരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. റീഡിങ് ബുക്സ് ഇസ് ഗോൺ ഔട്ട് ഓഫ് ഫാഷൻ. അതിൽ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ സ്റ്റാറ എന്നുള്ളൊരു മൂവിയിലാന്ന് തോന്നുന്നു മമ്മൂട്ടിയുടെ ആ ഒരു ക്യാരക്ടർ പെളിമാണി ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു വരി വായിക്കുന്നതും ഒരു കാര്യം കാണുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറയുന്നുണ്ട്. അപ്പൊ ഒരു വരി നമ്മൾ വായിക്കുമ്പോ പാടവരമ്പിലൂടെ ഓടുന്ന ഒരു പെൺകുട്ടി, അപ്പൊ പെളിമാണിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടി എന്ത് ഡ്രസ്സായിട്ടിരിക്കുന്നത്, ഒരു പാവാടയും ബ്ലൗസും, അപ്പൊ അതെന്താ തലമുടി എങ്ങനെയാ. സോ നമ്മളുടെ ഇമാജിനേഷൻ നമ്മൾക്ക് വളരെ നന്നായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കാം. നമ്മളൊരു യൂട്യൂബിൽ ഒരു വീഡിയോ കാണുകയോ അല്ലെങ്കിൽ ഇപ്പോ ഒരു സിനിമയോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ അവിടെ ചിലപ്പോൾ വിഷ്വലി നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നില്ല അധികം പല കാര്യങ്ങളും. പക്ഷെ നമ്മളൊരു ലൈൻ വായിക്കുമ്പോ ഇത് മുഴുവൻ നമ്മളുടെ തലയിലൂടെ ഓടും. ഇപ്പൊ ആ പാടവരമ്പിലൂടെ ഓടുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോ ആ പെൺകുട്ടി പാവാട ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അതായത് ജയശ്രീ കാണുന്ന പാടവരമ്പല്ല ഞാൻ കാണുന്നത്. എക്സാക്ട്ലി, ഭയങ്കര ഇൻഡിവിജ്വാലിറ്റിയിൽ നമുക്ക് ചിന്തിച്ച് നമ്മളുടെ ഭാവന വളരും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ബുക്ക് വായിക്കുന്നതിൻ്റെ അകത്തോടെ നമുക്ക് കിട്ടും. ഞാൻ അനിൽ ലംബ എന്ന് പറയുന്ന ഒരാളെ എഴുതിയ ഒരു ഫൈനാൻസിനെ കുറിച്ചിട്ടുള്ളൊരു ബുക്ക് ഞാൻ ബിസിനസ്സിൽ വന്നപ്പോൾ എനിക്ക് ഫൈനാൻസിൽ അത്ര അറിവില്ലാതിരുന്നത് കൊണ്ട് ഞാൻ വായിച്ച ഒരു സാധനമാണ്. എന്റെ ഇൻട്രസ്റ്റ് ഓഫ് എന്താ പറയുക ആ ഒരു ഏരിയ അല്ല ഈ ഫൈനാൻസ് എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ ആ ബുക്ക് വായിക്കുമ്പോൾ അതിൽ എഴുതിയിരുന്ന ഒരു ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയിനെ കുറിച്ചിട്ടുള്ള ഒരു ലൈൻ ആയിരുന്നു. എന്റെ കോൺസെപ്റ്റ് മാറ്റിക്കളഞ്ഞു ആ ഒരൊറ്റ ലൈൻ എന്ന് പറയുന്നത്. ഞാൻ എംപ്ലോയി എന്ന് പറയുന്നത് എന്റെ അസറ്റ് ആയിട്ട് ഞാൻ കൂടെ കൊണ്ട് നടക്കുമ്പോൾ അതിനകത്ത് എംപ്ലോയി എന്ന് പറയുന്നതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നെ ഒരു ലൈനിന്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോ ഓക്കെ ശരി ഇതാണ് ശരി, എന്റെ കോൺസെപ്റ്റ് തെറ്റായിരുന്നു. ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ തലയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബുക്ക് വായിക്കുന്നതിലൂടെ നമ്മളെ തന്നെ റീവർക്ക് ചെയ്യുകയാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. അപ്പൊ ഞാൻ എല്ലാ പെൺകുട്ടികളുടെ അടുത്തും അല്ലെ എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞു കൊടുക്കും, നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളൊരു ബുക്ക് വാങ്ങിയിട്ട് വായിച്ചോ. 1000 രൂപയുടെ ബുക്ക് വാങ്ങിയാലോ 2000 രൂപയുടെ ബുക്ക് വാങ്ങിയാലോ അതൊരു നഷ്ടമാണ് അല്ലെങ്കിൽ അതൊരു എക്സ്പെൻഡിച്ചർ ആണെന്ന് കൂട്ടരുത്, അതൊരു അസറ്റ് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ ഇപ്പൊ നാട്ടിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാല് ഒരു പെൺകുട്ടി ഒരു പുരികൻ ത്രെഡ് ചെയ്യാനായിട്ടൊരു ബ്യൂട്ടി പാർലറിൽ കയറണമെങ്കിൽ അവരിന്നും ഒളിച്ചും പാത്തുമാണ് കയറുന്നത്. എൻ്റെ ഒരു ആന്റി പുള്ളിക്കാരത്തി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പുരികൊക്കെ ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിക്ക് വളരെ നല്ല ഭംഗിയാണ്. പക്ഷെ പുള്ളിക്കാരത്തി അവള് ബ്യൂട്ടി പാർലറിലൊക്കെ പോണതാ, പിന്നെ തൊഴിലുറപ്പിന് പോകുന്നിടത്ത് അവള് ബ്യൂട്ടി പാർലറിൽ കയറിയിരിക്കുന്നു. തൊഴിലുറപ്പിന് പോകുന്നവർക്ക് ബ്യൂട്ടി പാർലറിൽ കയറിക്കൂടെ? ഓരോരുത്തർക്കും അവനവനെ നീറ്റാക്കി വെക്കുക എന്ന് പറയുന്നത് അതൊരു തെറ്റായ കാര്യമല്ല. അവനവനെ നീറ്റാക്കി വെക്കാൻ വേണ്ടിട്ട് ഞാൻ നെയിൽ പോളിഷ് ഇടുന്ന ഒരാളാണ്. ഞാൻ നെയിൽ പോളിഷ് ഇട്ട് വെക്കുമ്പോഴത്തേക്കിനും എന്റെ അപ്പുറത്തിരിക്കുന്ന 10 പേര് പറയാണ് അവക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, അവക്ക് നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് അങ്ങനെ ഇരിക്കാം എന്ന് പറയുമ്പോ ജോലിയൊന്നും ചെയ്യണ്ട. ഞാൻ അവരുടെ വാലിഡേഷൻ കേട്ടിട്ട് ഞാൻ നെയിൽ പോളിഷ് ഇടാതിരുന്നു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം?
എനിക്കാണ് നഷ്ടം. യുവർ ഹാപ്പിനെസ്. ഞാൻ എന്നെ നീറ്റാക്കി വെക്കുക എന്നുള്ളത് എന്റെ ആവശ്യമാണ്. ഞാൻ നീറ്റായി ഡ്രസ് ചെയ്യുക എന്നുള്ളത് എന്റെ ആവശ്യമാണ്. അത് എന്റെ രീതിക്ക് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ഇരിക്കണ്ടേ? അപ്പൊ ഞാൻ മറ്റുള്ള ആൾക്കാര് പറയുന്നത് കേട്ടിട്ട് എനിക്ക് എന്നിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എത്രയോ പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അറിയില്ല, നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ ഒരു ചെറിയ കോഴ്സിന് ചേര്. നിങ്ങളുടെ ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്, നിങ്ങൾ അതിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ അറിയില്ലേ, 4 പേരുടെ മുന്നിൽ നിന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, എത്രയോ മോട്ടിവേഷണൽ ക്ലാസ്സുകളുണ്ട്, നിങ്ങൾ അറ്റൻഡ് ചെയ്യും. നിങ്ങൾ ട്രോമയിൽ ജീവിക്കുകയാണോ, എത്രയോ സ്ഥലത്ത് ഹീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്തുകൊണ്ട് അതിന് പോകുന്നില്ല? അയ്യോ അവിടെ പോയി 3000 രൂപ കൊടുത്തിട്ട് എനിക്ക് ഹീൽ ആവണ്ട. അവിടെയൊക്കെ നമ്മുടെ ഫോക്കസ് മണിയാണ്. പക്ഷെ നമ്മൾക്ക് കാശ് ഉള്ളപ്പോ നമ്മൾ നമ്മളിൽ റീവർക്ക് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ കഴിഞ്ഞ 10 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 10 വർഷം മുമ്പ് ഇവൻ എന്റെ ഫേസ്ബുക്കിലെ ഫോട്ടോസ് നോക്കിയാൽ തന്നെ അറിയാം ഞാൻ ഏത് ലെവലിലായിരുന്നു എന്ന്. എന്ന് വെച്ചാൽ ഒന്നും അല്ലായിരുന്നു. ഇന്ന് ഞാൻ എന്തോ ആയിരുന്നു അല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇന്ന് എന്റെ ആറ്റിറ്റ്യൂഡ് എന്താ പറയാ, ഉള്ളിൽ നിന്ന് തന്നെ ആ ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് ജയശ്രീക്ക് വന്നു. അതായത് പേഴ്സണലി സ്പീക്കിംഗ്, സ്വയം നോക്കാൻ, അതായത് എന്നിലേക്ക് ഞാൻ നോക്കി തുടങ്ങിയ സമയം മുതൽ ചേഞ്ച് ആരംഭിച്ചു. ജയശ്രീയിലേക്ക് എന്നെ നോക്കി തുടങ്ങി അല്ലേ, എന്ന വ്യക്തി അതിലേക്ക് നോക്കി തുടങ്ങിയപ്പോ അപ്പൊ എന്ത് ചെയ്തു, ആറ്റിറ്റ്യൂഡിൽ ഡിഫറൻസസ് വരാൻ തുടങ്ങി, കാശിനെ സമീപിച്ച രീതി വ്യത്യാസം വരാൻ തുടങ്ങി, സമൂഹത്തിന് സോഷ്യലി ആൾക്കാരെ എങ്ങനെ അല്ലെങ്കിൽ സമൂഹത്തിന് നോക്കിക്കാണുന്ന രീതി മാറ്റം വന്നു തുടങ്ങി. ഈ മാറ്റങ്ങളൊക്കെയാണ് ഇപ്പൊ വരെ എത്തിയത്. എന്റെ ക്വസ്റ്റ്യൻ പിന്നെയും കിടക്കുകയാണ്, അടുത്ത 5 വർഷത്തിൽ ഞാൻ ഇതിന്റെ ഒരു ഫോളോ അപ്പ് ആയിരിക്കും അടുത്തൊരു 5 വർഷം എന്ന് ഞാൻ പറയും. കാരണം കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഞാൻ പറഞ്ഞു, എന്നാൽ കഴിഞ്ഞ 5 വർഷത്തിലുണ്ടായ എന്റെ ചിന്താഗതിയിലെ മാറ്റവും വേറെയാണ്. ഇനി വരാൻ പോകുന്നത് ഞാൻ ശരിക്കും പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് എനിക്ക് ഇപ്പൊ പണ്ട് പറയുക, നാടോടുമ്പം നടുവേ ഓടണം എന്ന് പറയും. എനിക്കും ലേണിംഗ് ആണ്. സോ നെക്സ്റ്റ് മാറ്റങ്ങൾ എന്തൊക്കെയാ വരാൻ പോണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പം AI കുറിച്ച് ഞാനിതൊന്നും പഠിച്ചിട്ടുള്ള ഒരാളല്ല, പക്ഷെ എന്റെ ബുക്സ് വാങ്ങിച്ചിട്ട് ഞാനിത് പഠിച്ചു തുടങ്ങി. ഇത് എനിക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പഠിച്ചു തുടങ്ങി. DQ, a luxury redefined brand.